ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് തുടരും സിനിമ. സിനിമയുടെ ട്രെയിലർ വരാൻ പോവുകയാണ് മക്കളെ. അതും എമ്പുരാൻ സിനിമേൻ്റെ റിലീസിൻ്റെ കൂടെയാണ് നമ്മുടെ തുടരും സിനിമയുടെ ട്രെയിലർ വരാൻ പോകുന്നത്. അത് മാത്രമല്ല ചിത്രത്തിൻ്റെ ഭാഗത്ത് പുതിയ ഗാനവും പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ അപ്ഡേറ്റ്സിലോട്ട് തന്നെ പോകാം. നമുക്ക് അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റാക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. കഥ തുടരും എന്ന് പറഞ്ഞ സോങ് ആണ് ഇനി വരാൻ പോകുന്നത് തുടരും സിനിമേൻ്റെ ഭാഗത്ത് നിന്ന്. മാർച്ച് 21 രാത്രി 7 മണിക്കായിരിക്കും ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങാൻ പോകുന്നത്. എമ്പുരാൻ സിനിമേൻ്റെ കൂടെയായിരിക്കും നമ്മുടെ ട്രെയിലർ പുറത്തിറങ്ങാൻ പോകുന്നത്. 1 മിനിറ്റ് 56 സെക്കൻഡ് ആണ് നമ്മുടെ തുടരും സിനിമേൻ്റെ ട്രെയിലറിൻ്റെ റൺ ടൈം എന്ന് പറയുന്നത്. കാത്തിരിക്കുന്ന നമുക്ക് എമ്പുരാൻ റിലീസിലൂടെ കാണാൻ പോകുന്ന ഈ തുടരും ട്രെയിലർ. അത് മാത്രമല്ല ഹൃദയപൂർവ്വം സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും കുറേ ലൊക്കേഷൻ സ്റ്റില്ലുകൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. സത്യനന്ദിക്കാട്, മാളവിക മോഹൻ, ലാലേട്ടൻ എന്നിവരൊക്കെ നിൽക്കുന്ന ഒരു കിടിലൻ സ്റ്റില്ലുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നല്ല മനോഹരമായ ഫ്രെയിംസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നല്ല എൻറിച്ച്ഡ് കളേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സത്യനന്ദിക്കാട് സിനിമേൻ്റെ റിലീസിനായിട്ടും കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ടും. അടുത്ത അപ്ഡേറ്റ് ഒരു മലയാള സിനിമേൻ്റെ OTT റിലീസാണ്. എല്ലാവർക്കും അറിയാം നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു മലയാള സിനിമയാണ് നെറ്റ്ഫ്ലിക്സ് വഴി ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ കുഞ്ചാക്ക ബോബൻ, പ്രിയാമണി, ജഗദീഷ് എന്നിവർ അഭിനയിച്ച സിനിമ മലയാളത്തിലും ഹിന്ദിയിലും തെലുങ്കുവിലും തമിഴിലും കന്നഡയിലുമായിട്ട് നെറ്റ്ഫ്ലിക്സിലായിരിക്കും ഇത് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. മാർച്ച് മാസം 20 തിയേറ്ററുകളിൽ ഓൾമോസ്റ്റ് നല്ലൊരു കളക്ഷൻ നേടിയെടുത്ത സിനിമയും കൂടിയാണ്. ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് മാത്രം 27 കോടിന് മുകളിലാണ് സിനിമ കളക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് ഓൾമോസ്റ്റ് 50 കോടിൻ്റെ അടുത്ത് കാണാൻ സാധിക്കും. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഇനി തിയേറ്റർ റിലീസിന് ശേഷമുള്ള OTT റിലീസിന് ശേഷം സിനിമേൻ്റെ നല്ല റെസ്പോൺസ് ആണോ ചീത്ത റെസ്പോൺസ് ആണോ എന്ന്. നാളെയാണ് നമ്മുടെ എമ്പുരാൻ സിനിമേൻ്റെ ആദ്യ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ലൂസിഫർ സിനിമേൻ്റെ തിയേറ്റർ റിലീസ് വീണ്ടും വരാൻ പോകുന്നു. നല്ല ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും എമ്പുരാൻ സിനിമ തിയേറ്റർ റിലീസിന് വരുമ്പോൾ വലിയ ഫോർമാറ്റിലാണ്, നല്ല ഹൈ ക്വാളിറ്റി IMAX-ലാണ് വരാൻ പോകുന്നത്. മലയാളത്തിലെ ആദ്യ സിനിമയും കൂടി ആയിരിക്കും IMAX-ൽ പുറത്തിറങ്ങാൻ പോകുന്ന എമ്പുരാൻ സിനിമ. അത് എക്സ്പെഷ്യലി എടുത്ത് തന്നെ പറയണം നമുക്ക്. നമ്മുടെ ലാലേട്ടൻ, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, അത് മാത്രമല്ല നല്ല ഫോറിൻ കാസ്റ്റൊക്കെ വരുന്ന പവർഫുൾ സിനിമ തന്നെയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. ദീപക് ദേവാണ് മ്യൂസിക് ചെയ്യുന്നത്. പുതിയ പാട്ടിൽ നമ്മുടെ ജെയ്ക്സ് വിജയ് വന്നു എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഡയറക്ഷൻ നമ്മുടെ രാജുവേട്ടൻ. 27 മാർച്ചാണ് സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത്. തമിഴ്നാട് റിലീസിന് കൊണ്ടുവരുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ ശ്രീ ഗോകുലം മൂവീസ് തന്നെയാണ്. ഇനി സിനിമ കർണാടകയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൊമ്പാല ഫിലിംസ് ആണ് കർണാടകയിൽ റിലീസിനായിട്ട് കൊണ്ടുവരുന്നത്. നമ്മുടെ KGF, സലാർ, കാന്താര എന്നീ സിനിമകളുടെ നിർമ്മാതാക്കൾ. അത് മാത്രമല്ല ചിത്രത്തിൻ്റെ ട്രെയിലർ നാളെ പുറത്തിറങ്ങുകയാണ്. ഉച്ചയ്ക്കാണ് വരുന്നത്. 1/8 ഓൺലൈൻ ട്രെയിലർ റിലീസ് വരാൻ പോകുന്നത്. വലിയ ട്രെയിലറാണ്. 4 മിനിറ്റ് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. 3 മിനിറ്റ് 51 സെക്കൻഡാണ് സിനിമേൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ കാണാൻ സാധിക്കുന്നത് എമ്പുരാൻ സിനിമേൻ്റെ. അത് മാത്രമല്ല സിനിമേൻ്റെ പുതിയ സെൻസർ ബോർഡിൽ നമ്മുടെ ലൈക്കേനെ മാറ്റി വെച്ചിട്ടുണ്ട് ലേബലൊക്കെ. എന്തായാലും ലൈക്ക് ശരിക്കും സിനിമയിൽ നിന്ന് ഔട്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും ഇപ്പോൾ ക്ലിയർ ആയിട്ട്. എന്തായാലും വൻ ബുക്കിംഗ് ആണ് എല്ലായിടത്തും ഓവർസീസിൽ കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കും നമുക്ക് മാർച്ച് 27 മലയാളത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സിനിമയ്ക്ക് ആയിട്ട്. അതും ഒരു IMAX റിലീസും കൂടിയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ ബിഗ്ഗസ്റ്റ് സിനിമ തിയേറ്റർ റിലീസിനായിട്ട് വരുന്നത്. കാത്തിരിക്കും നമുക്ക് ഒഫീഷ്യൽ ട്രെയിലറിനായിട്ടും. എത്ര പേരാണ് സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നതെന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക. അതുപോലെ തന്നെ സിനിമേൻ്റെ ഫാൻ ഷോസ് ഓൾമോസ്റ്റ് 300-ലധികം ഷോസാണ് കാണാൻ സാധിക്കുന്നത്. രാവിലെ 6 മണിക്ക് തുടങ്ങും ചെയ്യും. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കൂലി സിനിമേൻ്റെയാണ്. നമ്മുടെ ലോകേഷ് കനകരാജ്, രജനീകാന്ത് കോംബോയാണ്. സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ട് അവസാനിച്ചിരിക്കുകയാണ്. സൗബിൻ ഷെയർ ഒക്കെ മലയാളത്തിൽ നിന്ന് വലിയ കാസ്റ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതി ഹാസൻ, ഉപേന്ദ്ര, സത്യരാജ്, അങ്ങനെ വലിയ കാസ്റ്റൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. മ്യൂസിക് നമ്മുടെ അനിരുദ്ധാണ്. അൻബറിവാണ് സ്റ്റണ്ട് ചെയ്യാൻ പോകുന്നത് സിനിമയിലെ. ഡയറക്ഷൻ സംവിധാനം നമ്മുടെ ലോകേഷ് കനകരാജാണ്. 2025 മെയ് മാസമാണ് സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. മെയ് മാസമല്ല, ഓഗസ്റ്റാണ് ഇപ്പോൾ സിനിമ ടീം റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത്. വലിയ രീതിയിൽ ഒരു ക്ലാരിറ്റിക്കായിട്ട് പുതിയൊരു പോസ്റ്റർ പ്രതീക്ഷിക്കണം, റിലീസ് ഡേറ്റ് ഉൾപ്പെടെയുള്ള. അത് മാത്രമല്ല സിനിമ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന ആമസോൺ പ്രൈമാണ്. അതും റെക്കോർഡ് തുകയ്ക്കാണ്. 120 കോടിക്കാണ് സിനിമേൻ്റെ പ്രൈസ് മേടിച്ചിരിക്കുന്നത്, ഡിജിറ്റൽ അവകാശം. അടുത്ത അപ്ഡേറ്റ് പുഷ്പ 3ൻ്റെയാണ്. സിനിമേൻ്റെ 3-ാം ഭാഗം എന്ന് റിലീസിന് വരും. സിനിമേൻ്റെ 3-ാം ഭാഗം ഈ അടുത്തൊന്നും വരാൻ നിൽക്കുന്നില്ല. 2 വർഷം കാത്തിരിക്കേണ്ടി വരും സിനിമയ്ക്കിൻ്റെ 3-ാം ഭാഗത്തിനായിട്ട്. ഒന്ന് ടിവിക്രം സിനിമ, അതുമാത്രമല്ല അറ്റ്ലീ സിനിമ. ഈ 2 സിനിമകൾക്ക് ശേഷമായിരിക്കും ഈ ഒരു പുഷ്പ സിനിമ സെക്കൻഡ് പാർട്ടിന് ശേഷം വരാനിരിക്കുന്ന 3 വരാൻ പോകുന്നു, പുഷ്പ 3 ദ റാംപേജ്. എന്തായാലും ഈ 2 സിനിമകൾക്ക് ശേഷം മാത്രമായിരിക്കും സിനിമ തിയേറ്റർ റിലീസ് വരാൻ പോകുന്നത്. ഒറ്റ വാക്കിൽ നോക്കുകയാണെങ്കിൽ 2028 ആയിരിക്കും സിനിമ റിലീസിന് വരികയാണെങ്കിൽ വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാൻ നമുക്ക് പുഷ്പ എന്ന സിനിമേൻ്റെ 3-ാം ഭാഗത്തിനായിട്ട് ദ റാംപേജ്. എമ്പുരാൻ സിനിമയുടെ കൂടെ ക്ലാഷ് റിലീസ് ചെയ്യുന്ന തമിഴ് ചിത്രമാണ് നമ്മുടെ സുരാജ് വെഞ്ഞാറൻ മോടെ ചിയാൻ വിക്രം അഭിനയിച്ച വീരധീര സൂരൻ എന്ന് പറഞ്ഞ പാർട്ട് 2 എന്ന് പറഞ്ഞ സിനിമ. ഇനി വരും കുറഞ്ഞ ദിവസം കൂടിയുള്ള തിയേറ്റർ റിലീസിനായിട്ട്.
നമ്മുടെ GV പ്രകാശാണ് സിനിമ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. SU അരുൺകുമാറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ ട്രെയിലർ നാളെ മാർച്ച് 20 പുറത്തിറങ്ങുകയാണ്. ഓഡിയോ ലോഞ്ചും അന്ന് നടക്കുന്നുണ്ട്. എന്തായാലും സിനിമേൻ്റെ കേരളത്തിലെ പ്രീ റിലീസ് ഈവൻറ്റ് നടക്കുന്നത് ഈ വരുന്ന മാർച്ച് 24 ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ലുലു മാളിൽ വൈകുന്നേരം 6 മണിക്കാണ് നടക്കാൻ പോകുന്നത്. ട്രെയിലറിൻ്റെ റൺ ടൈം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1 മിനിറ്റ് 46 സെക്കൻഡാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് വീരധീര സൂരൻ എന്ന് പറഞ്ഞ ചിയാൻ വിക്രമിൻ്റെ സിനിമേൻ്റെ റിലീസിനായിട്ട്. എന്തായാലും ചിത്രത്തിൻ്റെ ട്രെയിലർ നാളെ വരുന്നതായിരിക്കും, വലിയ ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും വെറുതെ ഒന്നും ഈ ഒരു വലിയ സിനിമ റിലീസിന് വരത്തില്ല നമ്മുടെ എമ്പുരാൻ സിനിമേൻ്റെ കൂടെ. കാത്തിരിക്കാം നമുക്ക്. കാർത്തിൻ്റെ 29ാമത്തെ സിനിമേൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ വരുന്ന മെയ് മാസമാണ് ആരംഭിക്കാൻ പോകുന്നത്. രാമേശ്വരത്തിൽ വെച്ചിട്ട് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് തമിഴായിരിക്കും. ശരിക്കും നടന്നൊരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് സിനിമേൻ്റെ റിലീസ് വരാൻ പോകുന്നത്. 2 ഭാഗങ്ങളായിട്ടാണ് സിനിമ തിയേറ്റർ റിലീസിന് വരാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക് കാർത്തിൻ്റെ 29ാമത്തെ സിനിമേൻ്റെ അപ്ഡേറ്റിനായിട്ട്. എന്തായാലും മെയ് മാസമാണ് സിനിമ ഷൂട്ട് ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ വിജയ് സേതുപതിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് എയ്സ് എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിൻ്റെ പുതിയൊരു ഗാനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് സിംഗിള് ഒരു ലിറിക്കൽ വീഡിയോ ഗാനം. നമ്മുടെ വിജയ് സേതുപതി, യോഗി ബാബു എന്നിവരൊക്കെയാണ് കോംബോ ആയിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ. അതുപോലെ തന്നെ ജസ്റ്റിൻ പ്രഭാകരനാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. അരുൺ കുമാറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഉടൻ തന്നെ സിനിമയുടെ റിലീസ് തീയതി പുറത്തു വരുന്നൊരു പോസ്റ്ററൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. എന്തായാലും അടുത്ത മാസമായിട്ടായിരിക്കും ചാൻസ് കാണുന്നത്, ഏപ്രിൽ മാസമായിട്ട്. നമ്മുടെ കാർത്തിക് സുബരാജ് അണ്ണൻ്റെ പിറന്നാൾ ദിനമാണ്. അതുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കുറച്ചാണ്, ഒരുപാടൊന്നുമില്ല. എന്നാൽ പോലും ഫാൻസിനെ സന്തോഷിപ്പിക്കാൻ പറ്റിയ അപ്ഡേറ്റ്സ് തന്നെയാണ്. സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു ഗ്ലിംസ് ലൊക്കേഷൻ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുകയാണ് പിറന്നാൾ ദിനത്തിൻ്റെ ഭാഗമായിട്ട്. നമ്മുടെ സൂര്യ, പൂജ ഹെച്ച്, ജയറാമു, ജോയ് ജോർജ് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. സന്തോഷ് നാരായണാണ് ഗാനങ്ങൾ തയ്യാറാക്കുന്ന. സംവിധാനം നമ്മുടെ കാർത്തിക് സുബരാജാണ്. മെയ് മാസം 1 സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത്. ഒരു കിട്ടിലൻ ഗ്ലിംസ് തന്നെയാണ്. നമ്മുടെ റിട്രോ സിനിമേൻ്റെ പല ഗെറ്റപ്പും ഡ്രസ്സിങ് സ്റ്റൈലും കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സൂര്യ അണ്ണൻ്റെ. അത് മാത്രമല്ല ചിത്രത്തിൻ്റെ പുതിയ ഗാനം പുറത്തിറങ്ങാൻ പോവുകയാണ് മാർച്ച് മാസം 21 എന്നാണ് കാണാൻ സാധിക്കുന്നത്. കൃത്യം വൈകുന്നേരം 6 മണിക്കാണ് ആ ഒരു അപ്ഡേറ്റ് കൺഫേം ചെയ്ത് പുതിയൊരു പോസ്റ്ററിൽ. STRൻ്റെ 49ാമത്തെ സിനിമേൻ്റെ അപ്ഡേറ്റിന് അടുത്ത് ഒരു ജാതി ജാതകം, അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗൻ എന്നീ സിനിമകളിൽ വലിയ രീതിയിൽ ജനപ്രീതി നേരിടുന്ന നായികയാണ് കൈഡു എന്ന് പറഞ്ഞ നായികി. ഇദ്ദേഹം പുതിയൊരു സിനിമയിൽ വരാൻ പോവുകയാണ്, നമ്മുടെ സിംബു അണ്ണൻ്റെ പുതിയ സിനിമയിൽ. STR 49 കാസ്റ്റായിട്ട് ഇപ്പോൾ കൈഡു വരാൻ പോവുകയാണ്. നമ്മുടെ പാർക്കിംഗ് സിനിമയുടെ സംവിധായകനാണ് ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്, രാംകുമാർ ബാലകൃഷ്ണൻ. അത് മാത്രമല്ല ഡോൺ പിക്ചേഴ്സും സിനിമ നിർമ്മിക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ കമ്പനിയായിട്ട്. സന്താനവും സിനിമയിൽ മെയിൻ കഥാപാത്രമായിട്ട് വരുമെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഏപ്രിൽ 2nd വീക്കായിട്ടാണ് സിനിമേൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വർഷം ഡിസംബർ ആയിട്ടാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ സായ് അഭ്യങ്കർ ആയിരിക്കും ഗാനങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് STR 49 സിനിമയിൽ. കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമേൻ്റെ ഭാഗത്ത് ആദ്യ ഗാനം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഗാനം തന്നെയായിരുന്നു. അൾട്ടിമേറ്റ് സ്റ്റാർ അജിത്, യോഗി ബാബു, അർജുൻ ദാസ്, തൃഷ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. GV പ്രകാശാണ് ഗാനങ്ങൾ തിരക്കിയിരിക്കുന്നത്. ഒരു ഹുക്കും ലെവല് ലിറിക്കൽ വീഡിയോ ഗാനം തന്നെയായിരുന്നു പുറത്തിറങ്ങി നമ്മുടെ തലജിത്തിൻ്റെ ഭാഗത്ത് നിന്ന്. അതിക് രവിചന്ദ്രനും സിനിമയിൽ ലിറിക്കൽ വീഡിയോ സോങ്ങിൽ പാട്ട് പാടിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംവിധാനം വലിയ രീതിയിലാണ് വരാൻ പോകുന്നത്. ഒരു കട്ട ഫാൻ ബോയ് ഐറ്റം. ഏപ്രിൽ 10 സിനിമ തിയേറ്റർ റിലീസിന് വരാൻ പോകുന്നത്. ഇന്നും സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് കിഡിലൻ സ്റ്റില്ല് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും വീഡിയോൻ്റെ ഭാഗത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഞാനത് പോസ്റ്റായിട്ടും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എത്ര പേരാണ് ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നത്? എത്ര പേർക്കാണ് സിനിമയുടെ ആദ്യ ഫസ്റ്റ് സിംഗിൾ ഇഷ്ടമായെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഉലക നായകൻ അഭിനയിച്ച ഇന്ത്യൻ എന്ന സിനിമയുടെ 3ാം ഭാഗത്തിൻ്റെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിൻ്റെ 3ാം ഭാഗം ഈ അടുത്തൊന്നും തിയേറ്റർ റിലീസിന് വരത്തില്ല എന്ന് കൺഫേം ആയിരിക്കുകയാണ്. കാരണം ലൈക്ക പ്രൊഡക്ഷൻ ഇപ്പോൾ സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് ഔട്ടായിരിക്കുകയാണ് പ്രൊഡക്ഷൻ കമ്പനി. ഇനിയും ഒരുപാട് സീൻസ് ഷൂട്ട് ചെയ്യാനുണ്ട്, വളരെ കുറഞ്ഞ. അതും കൂടി കംപ്ലീറ്റ് ആയാലേ സിനിമേൻ്റെ ഷൂട്ട് ഫുള്ളായിട്ട് വാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഇനി ഇന്ത്യൻ 3 എന്ന സിനിമേൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഇനി ഏതെങ്കിലും വരുമോ എന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എന്തായാലും ചിത്രത്തിൻ്റെ 3ാം ഭാഗത്തെ ട്രെയിലർ വലിയ രീതിയിൽ വിഷ്വൽ ട്രീറ്റ് ഉണ്ട്. ചിലപ്പോൾ തിയേറ്ററിൽ വന്ന് നല്ല എക്സ്പീരിയൻസും നല്ല റെസ്പോൺസും എടുക്കാൻ 50-50 ചാൻസ് ഉണ്ട്. നമ്മുടെ ആഷിഖ് ഉസ്മാൻ്റെ അടുത്ത പടത്തിൻ്റെ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു നല്ലൊരു വെയിറ്റിംഗ് ആണ്. കാരണം അഭിനവ് സുദേവ് നായരാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. മോഹൻലാലിൻ്റെ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ വിനീത് ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച സിനിമയാണ്. സുരാജ് വെഞ്ഞാറമ്മൂടൊക്കെ അഭിനയിച്ച സിനിമയിൽ കാണിച്ചു കൂട്ടിയ ഡയറക്ഷൻ സ്ക്രിപ്റ്റൊക്കെ തീ സാധനമാണ്. നെസ്ലനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മോളിവുഡ് ടൈംസ് എന്ന സിനിമ വരാൻ പോകുന്നത്. ഉടൻ തന്നെ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്നതായിരിക്കും. സൂര്യൻ്റെ 46ാമത്തെ സിനിമയിൽ കാസ്റ്റായിട്ട് മലയാളത്തിൽ മമിത വൈജ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഡയറക്ടറായ നമ്മുടെ വെൻകി
വെൻകി നമ്മുടെ മമിത ബൈജുയോട് സിനിമേൻ്റെ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യാൻ പോവുകയാണ് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ. അപ്പോൾ തന്നെ നമുക്ക് കൺഫർമേഷൻ വരും സൂര്യ 46 സിനിമയിൽ മമിത ബൈജു വരുമോ, കാസ്റ്റായിട്ട് ഇല്ലയോ എന്ന നായികയായിട്ട് കാത്തിരിക്കേണ്ട ചെയ്യാം. നമുക്ക് എന്തായാലും വലിയ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ വെൻകി സൂര്യണ്ണൻ പ്രൊജക്റ്റ്. ഒരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് സിനിമയുടെ കഥ വരുന്നത്. ഏപ്രിൽ 10 പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ ഗെയിം ത്രില്ലർ ജേണറിൽ വരുന്ന വ്യത്യസ്തമായ ജേണറിൽ വരുന്ന മമ്മൂക്ക സിനിമയാണ് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ. ഡിനോ ഡെന്നിസ് എന്ന് പറഞ്ഞ ഡെബ്യൂ ഡയറക്ടറും കൂടിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. മിഥുൻ മുകുന്ദനാണ് സിനിമ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. മമ്മൂക്ക ഗൗതം വാസുദേവൻ കോംബോ ആണ് വരാൻ പോകുന്നത്. സിനിമയുടെ കൗണ്ട് ഡൗൺ പോസ്റ്ററും റിലീസ് ചെയ്ത് കൺഫേം ചെയ്യുന്ന 2 കിലോൻ പോസ്റ്ററാണ് സിനിമയുടെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഏപ്രിൽ 10 സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത്. നിലവിൽ നമ്മുടെ മമ്മൂക്കയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം സിനിമയുടെ ഷൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഔട്ടായിരിക്കുകയാണ് മഹേഷ് അണ്ണൻ്റെ ആ ഒരു സിനിമേൻ്റെ ഭാഗത്ത് നിന്ന്. എന്തായാലും അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് വേഗം ക്യൂർ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ധനുഷ് മമിത ബൈജു കോംബോ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പോർത്തുള്ളിൽ സിനിമയുടെ സംവിധായകനായ വിഘ്നേഷ് രാജ് ആയിരിക്കും ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതെന്ന് കേൾക്കുന്നത്. വെയിൽസ് ഫിലിം ഇൻ്റർനാഷണൽ ആയിരിക്കും സിനിമ നിർമ്മിക്കാൻ പോകുന്ന പ്രൊഡക്ഷൻ കമ്പനിയായിട്ട്. എന്തായാലും ഇങ്ങനത്തെ ഒരു സിനിമ വരികയാണെങ്കിൽ അത് പൊളിക്കും, ഡിലൻ കോംബോ തന്നെയായിരിക്കും. കാത്തിരിക്കാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ വരുമോ ഇല്ല എന്ന്. നമ്മുടെ ആസിഫ് അലീൻ്റെ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ റിലീസ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ പോവുകയാണ്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോസ്റ്റർ ഉടൻ വരുന്നതായിരിക്കും. എന്തായാലും നല്ലൊരു ഡിസിഷൻ തന്നെയാണ്. ഈ വരുന്ന ഏപ്രിൽ മാസത്തേക്ക് മാറ്റുമെന്നാണ് കേൾക്കാൻ സാധിക്കും. ഏപ്രിൽ 16 15 ആയിട്ട് നമ്മുടെ സേതുനാഥ് പട്കുമാറാണ് സംവിധാനവും തിരക്കഥയും ചെയ്യുന്ന നിസാം സലീമാണ് സിനിമ നിർമ്മിക്കുന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. അത് മാത്രമല്ല നാളെ റിലീസ് വരികയാണ് എമ്പുരാൻ സിനിമയുടെ ആദ്യ ഭാഗമായ ലൂസിഫർ. എത്ര പേരാണ് സിനിമ കാണാൻ പോകുന്നതെന്ന് കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. ബൈ.